ക്രിസ്മസ് വെക്കേഷനൊക്കെ ദാന്നങ്ങ് പറഞ്ഞപ്പോഴേക്ക് കഴിഞ്ഞു അല്ലേ. ഇത് ഞാൻ അന്ന് എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്, ഇപ്പോഴാണ് അപ്ലോഡ് ആക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും പെങ്ങളും കുട്ടികളും എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതിൽ മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അവർ ആക്ച്വലി അതിൻ്റെ തലേ ദിവസം തന്നെ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിവേ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ വന്നിട്ട് നൂൽപുട്ടായിരുന്നേ. നൂൽപുട്ടിലോട്ട് നമ്മൾ ചെയ്യണത് ഒന്നുറങ്ങി എണീറ്റ ചിക്കൻ കടായി ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോ എടുക്കണതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് അവരെത്തിയിട്ടുള്ളത് എന്ന്. സോ അവരെല്ലാവരും വന്ന സ്ഥിതിക്ക് ഡിന്നർ സ്പെഷ്യലായിട്ട് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കടായി ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എനിവേ, ബാലൻസ് വന്ന ചിക്കൻ കടായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലും കൂടെ ഇട്ടങ്ങോട്ട് ഓടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കിയത്. ബട്ട് എൻ്റെ മദറിലോക്ക് ആ ഒരു സംഭവം ഇഷ്ടേ അല്ല. അപ്പോൾ ആൾക്ക് നമ്മൾ അപ്പാണ് ഉണ്ടാക്കുന്നത്. നമ്മളിതിനവിടെ കലക്കിപ്പാർന്ന അപ്പം, അല്ലാന്നുണ്ടെങ്കിൽ അപ്പം, അത്ര മാത്രമേ പറയലുള്ളൂ. പക്ഷേ പലരും പല പേരിലൊക്കെയാണ് ഇത് പറയപ്പെടുന്നത്. ദോശ എന്നായിട്ടും വെള്ളപ്പം എന്നായിട്ടും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ദോശയും നമ്മുടെ വെള്ളപ്പൊക്കെ വേറെയാണ്. എന്തായാലും നിങ്ങൾ എന്താ പറയാമെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അപ്പം ചുടുന്ന ടൈമിൽ തന്നെ എന്താണ് എൻ്റെ മമ്മിക്കും നാത്തൂനും പണിയെന്ന് ചെന്ന് നോക്കിയതാണ്. അപ്പോൾ നാത്തൂന് ഇതവിടെ നല്ല അടിച്ചുവാരലാണ് കേട്ടോ. മുറ്റക്കാള് അടിച്ചുവാരി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എണീറ്റതോടെ തന്നെ അവരുടെ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കളിക്കാനാണ് മെയിൻ, അതിനായിട്ടാണ് അവർ വരുന്നത് തന്നെ. ഐബുട്ടനും പതിവില്ലാണ്ട് നേരത്തെ കാലത്ത് തന്നെ എണീറ്റിട്ടുണ്ട്. അവന്മാരുടെയൊക്കെ ബഹളം കേട്ടിട്ട് അവനും ഇതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യണുണ്ട്. ഐബുട്ടൻ്റെ അമ്മമ്മ അവിടെ എത്തിയാൽ പിന്നെ പോവോളം വല്ല അരിച്ചാക്കേറ്റും പോലെ ഐബുട്ടനെയും ഏറ്റ് നിൽക്കലാണ് പതിവ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണതുകൊണ്ട് നിഷു കൊത്തി പറിച്ച് വാങ്ങിയിട്ടുണ്ട്. കാരണം ആൾക്ക് ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഷോ കാണിക്കലാണോളം മെയിൻ. കുറേ പ്രാവശ്യം അമ്മ പറയുന്നുണ്ട് കുട്ടീനെ കൊണ്ടാന്ന്. എൻ്റെ വീഡിയോ എടുക്കൽ കൈയോളം ഓള് കൊടുത്തത് തന്നെ ഇല്ല കേട്ടോ. ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് അവിടെ നിന്ന് തിരിച്ചു പോന്നപ്പോൾ അപ്പോൾ മമ്മാനെ ഏൽപ്പിക്കണുണ്ട് കുട്ടീനെ. അതങ്ങനെ ഒരു ജന്മം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ സെറ്റായിട്ടുണ്ട്, ചായയും സെറ്റായിട്ടുണ്ട്. കുട്ടികൾക്ക് ഞാൻ ബൂസ്റ്റാണ് ആക്കി വെച്ചിട്ടുള്ളത്. നിഷുവിൻ്റെയും ഐബുട്ടൻ്റെയും ഫേവറേറ്റ് ആണ് കേട്ടോ നൂൽപുട്ടും അപ്പൊക്കെ. അപ്പോൾ ഐബുട്ടൻ ആരും കാത്തിക്കാൻ സമയമില്ല, അർജൻറ്റായിട്ട് തന്നെ നൂൽപുട്ടൊക്കെ പിടിച്ച് കഴിക്കണുണ്ട്. അങ്ങനെതാ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മളിവിടെ കൊടുന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിഷുവിൻ്റെയും നിച്ചുവിൻ്റെയും ലച്ചുവിൻ്റെ ഒക്കെ നിൽക്കൽ കണ്ടാൽ തോന്നും വല്ല നേർച്ചക്ക് വരി നിൽക്കുകയാണെന്ന്. നൂൽപുട്ട് എല്ലാവരെയും പ്ലേറ്റിലുണ്ട്. അപ്പം അതിലേക്കുള്ള ചിക്കൻ കടായി കൊടുക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ വരി നിൽക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള മെയിൻ അജണ്ട എന്ന് പറയുന്നത് പാത്രം കഴുകുക എന്നുള്ളതാണ്. ഇഷ്ടം പോലെ ഉണ്ട് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ കരുതുണ്ടാകും ഈ നാത്തവും വന്നിട്ട് ഒരൊഴിവില്ല ഇതിനെന്ന്. ഗൈസ്, ഞാൻ കഴുകാനിട്ടല്ല, താത്ത നിർബന്ധപൂർവ്വം എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയതാണ്. ഞാൻ കഴുകിക്കോളാന്ന് പറഞ്ഞിട്ട് എന്നോട് ഫുഡിൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ പോകാൻ പറഞ്ഞ്. ഒരു ദിവസത്തിന് നാത്തവും വന്നിട്ട് ആളെ കൊണ്ട് പണിയെടുപ്പിച്ചു എന്നുള്ള കമൻ്റൊക്കെ ഞാനിവിടെ നിരോധിച്ചിട്ടുണ്ട്. പെങ്ങൾ പാത്രം കഴുകൽ അവിടെ കിച്ചണിൽ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ഇതാ അവിടെ ആങ്ങള വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ആക്ച്വലി കൊല്ലത്തിലൊരിക്കലൊക്കെ വെള്ളം കാണുന്ന ഒരു പ്രത്യേക തരം വാഹനമാണ്. ആള് ഷർട്ട് ഇടാത്തതുകൊണ്ട് ഞാൻ വല്ലാതെ സൂം ചെയ്യണില്ല കേട്ടോ. സൂം ചെയ്താൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അങ്ങോട്ട് തീർത്ത് തരും. എൻ്റെ ക്യാമറനെ വെട്ടിച്ച് ഒരാളും ഇവിടെ ഒന്നും ചെയ്യൂല. ഇമ്മതാ ഇവിടെ ഉള്ളിയൊക്കെ തൊലിച്ച് സെറ്റാക്കി തരുവാണേ. അങ്ങോട്ട് പോയി അവിടെ അമ്മമ്മാൻ്റെ അടുത്ത് നിൽക്കും. ഞാൻ അങ്ങോട്ട് അതാ അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക. ഓൻ പോകും, ഓന് നേരം വൈകിക്കണേ. കുയിന്തം അത് പിടിച്ചേ. തലേ ദിവസം നെയ്ച്ചോറും കടായി ആയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫൈനലി നമ്മളൊരു ഡിസിഷനിൽ എത്തിയിട്ടുണ്ട്. നല്ല ബീഫ് വരട്ടിയതും വെറും ചോറും മോര് കാച്ചിയതും പപ്പടും ഇതായിരുന്നു കേട്ടോ ലഞ്ച് സ്പെഷ്യൽ. ബീഫൊക്കെ അതാ അവിടെ താത്ത കഴുകി വൃത്തിയാക്കി വെള്ളം ചോരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് തന്നെ ഞാനിവിടെ മോര് കറിക്കുള്ള പരിപാടിയിലാണ്. അതായത് അതിലോട്ടുള്ള തേങ്ങ, ചെറിയ ജീരകം, പിന്നെന്താ
വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഈ സംഭവങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുവാണ്. നമുക്ക് ആകെ ഒരു മൺചട്ടി ഉള്ളൂ കേട്ടോ. അതാണെങ്കിൽ ഭയങ്കര ക്യൂട്ടാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചട്ടി. എന്തായാലും ഇതിലാണ് നമ്മൾ മോര് കാച്ചിയെടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ പുളിവെള്ളം ഇതൊക്കെ ആഡ് ചെയ്ത്. മോര് കറി ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കെന്തോ അത്ര വലിയ വൈബൊന്നും ഫീൽ ചെയ്യില്ല ഇത് കൂട്ടി ചോറ് കഴിക്കുമ്പോൾ. എനിക്കുണ്ടല്ലോ നല്ല എരിവുള്ള മീൻകറി ഇങ്ങനെ കിട്ടണം, അത് കൂട്ടി ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. മേ ബി എരിവൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവന്മാർക്ക് ഇത് ഭയങ്കര ഇഷ്ടം. എന്തായാലും നമ്മുടെ മോരുകറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിലേക്കുള്ള തേങ്ങ, നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അതൊക്കെ ആഡ് ചെയ്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടന്ന് തിളക്കട്ടെ. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പപ്പടം കൂടെ അങ്ങോട്ട് പൊരിച്ചെടുക്കണം. പപ്പടം അത് പിന്നെ ഇതിലോട്ട് ഫറലാണല്ലോ, പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള ഒരു കോംബോ ആണല്ലേ, വെറുംചോറും മോര് കാച്ചിയതും ബീഫ് വരട്ടിയതും പപ്പടം പൊരിച്ചതും. അപ്പോൾ പിന്നെ നമ്മളായിട്ട് ആ ഒരു കോംബോ തെറ്റിക്കേണ്ടെന്ന് വിചാരിച്ച് പണികളൊക്കെ ഏകദേശം പെട്ടെന്ന് തന്നെ തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ഹെൽപ്പാക്കാൻ ഉമ്മയും താത്തയും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എന്നത്തിലേറെ കുറച്ചും കൂടി സ്പീഡപ്പ് ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇരുന്നിട്ട് ഇത് അവിടെ സിപ്പപ്പ് കഴിക്കുവാണേ. നിഷു ആണെങ്കിൽ നല്ല കുയിന്തിലാണ്. ഇന്നത്തെ കുയിന്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓക്ക് അതായത് ആൻറ്റിയും കുട്ടികളും പോകുമ്പോൾ ഓല കൂടെ പോകണം, അതാണ് പ്രശ്നം. പക്ഷേ ഞാനാണെങ്കിൽ അവൾക്ക് ക്രിസ്മസ് വെക്കേഷനിൽ ജസ്റ്റ് ഒരു ഓൺലൈൻ ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, 10 days ക്ലാസ്. അപ്പോൾ അതിൽ പിടിച്ചിട്ട് ചേർത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ പോകാൻ സമ്മതിക്കില്ല, പക്ഷെ അവൾക്ക് പോയേ തീരുള്ളൂ. കുട്ടികളെല്ലാം ആവശ്യക്കും നമ്മൾ നിന്ന് കൊടുക്കാൻ നിന്നാൽ ഓല് നമ്മളെ തലയിൽ കയറി നിരങ്ങും. അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ച് നടക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ഉമ്മേണെന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ബീഫ് നമ്മൾ ജസ്റ്റ് മസാല പൗഡറുകളൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് വേവിച്ച് വെച്ചൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ പിന്നീടാണ് സെറ്റാക്കുന്നത്. ഉള്ളിയും തക്കാളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വഴറ്റി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതും കൂടെ അങ്ങോട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ബീഫിനെ കൂടാണ്ട് കുറച്ച് പൂളയും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിരുന്നു കേട്ടോ. ഒരുപാടൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളെ ഇറച്ചിയും പൂളയും ആ ഒരു ലെവലിലേക്ക് എത്തും. ഇതിപ്പോൾ നമുക്ക് ആ ഒരു വരട്ടിനോടാണ് എല്ലാവർക്കും കുറച്ചും കൂടെ ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ പൂളയുടെ ആ ഒരു അളവൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതാ സംഭവം സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത ടേസ്റ്റ് എന്ന് പറയാൻ കാരണം നമ്മൾ എല്ലാവരുടെയും പ്രായപരിധി പരിഗണിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര എരിവ് കുറവാണ് കേട്ടോ, വളരെ വളരെ കുറവാണ്. ഫുഡ് ഉണ്ടാക്കുന്ന പണികളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ താത്ത അവിടെ അടിച്ചു വാരി തുടക്കുവാണ് കേട്ടോ. തുടച്ചപ്പോഴൊക്കെ എങ്ങനെ പറയുന്നുണ്ട് വീഡിയോ എടുക്കല്ലേ എന്ന്. ഒന്നും ഉണ്ടായിട്ടല്ല, ആളെ കാണോ ഇല്ലയോ എന്നുള്ള ആ ഒരു പേടിയാണ്, അല്ലാതെ വീഡിയോ എടുക്കണ കുഴപ്പം കൊണ്ടൊന്നുമില്ല. ഒന്നും കാണില്ല, ആ തുടപ്പ് മാത്രം കാണുള്ളൂ. ഇത് ആക്ച്വലി ഒരു ഫ്രൈഡേ വ്ളോഗാണേ. അപ്പോൾ ജുമയൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫാദർലോയും ബ്രദർലോയും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഒലക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളും ഇരുന്ന് കഴിച്ച്. നേരം 4:26. 2 കുളിക്കാത്ത പെണ്ണുങ്ങൾ, കുളിക്കാത്ത 2 പെണ്ണുങ്ങൾ ഈ നേരം വരെ ആയിട്ടും കുളിച്ചിട്ടില്ല. ഇതാ ഒരു പെണ്ണ്, മുഖം നോക്കട്ടെ, ഇതാ ഈ പെണ്ണിൻ്റെ മുഖം നോക്കട്ടെ, കാണിക്കൂ മണത്തിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ. ഡ്രസ്സ് ഉള്ളോളോ? ഇവരൊക്കെ വന്നന്ന് നമ്മൾ കട്ട്ലേറ്റ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഇതിൻ്റെ തൊട്ട് തലേ ദിവസം. ഇന്നിപ്പോൾ നമ്മൾ മൂത്തവരെ പരിഗണിച്ചിട്ടുണ്ട്. ഒരുക്കും വേണ്ടിയിട്ട് ചക്കരക്കിഴങ്ങുണ്ടല്ലോ, അതൊക്കെ പുഴുങ്ങി സെറ്റാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് കുറച്ച് പഴം കൂടെ വയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവർക്കിത് ഇഷ്ടമായിക്കോണമെന്നില്ലല്ലോ, ചക്കരക്കിഴങ്ങൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അല്ലേ ഇഷ്ടം വരിക. അപ്പോൾ ഓരും കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ, ഇനി അതെല്ലാം അതിഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെതാ ഓലൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണേ. നിഷു ആണെങ്കിൽ നിച്ചുവിനെ പോകാൻ എന്നെ സമ്മതിക്കണില്ല. നിച്ചുവിന് തന്നെ ഇവിടെ നിൽക്കുകയും വേണം. എന്തായാലും അവളിവിടെ നിന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സെയിം ഡേ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ എൻ്റെ അനിയത്തിക്കുള്ള ഒരു കൊറിയർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡ്രസ്സായിരുന്നു സെലക്ട് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ ഡ്രസ്സ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതെല്ലാം കേട്ടോ അവൾ പോയപ്പെട്ടത്. അത് വന്നിട്ട് ഉപ്പച്ചിൻ്റെ അനിയൻ്റെ മോള് വേറെ ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു അവൾ പോയിട്ടുള്ളത്.
ചെയ്യുന്നത്. ഡ്രസ്സ് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മുടെ പെണ്ണുങ്ങളുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ, അതായത് ഒരു പോണീൻ്റെ ഇടയിൽ കൂടെ ഞാൻ ധൃതി പിടിച്ചിട്ട് ഇത് അൺബോക്സ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഓലും കൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എനിവേ, നമ്മളെല്ലാവരും ഒന്നിച്ചുള്ള ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ ഒന്ന് അറിയിക്കണേ. അതിന് നെഗറ്റീവായാലും പോസിറ്റീവായാലും ശരി, നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും എനിക്ക് ഭയങ്കര വിലപ്പെട്ടതാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.